എൻസൈംസ്. എന്താണ് എൻസൈംസ്? ലീവിങ് ഓർഗാനിസത്തിൽ കാറ്റലിസ്റ്റിൻ്റെ പരിപാടി നടത്തുന്നവരാണ് എൻസൈംസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ്റെ സ്പീഡിനെ ചേഞ്ച് ചെയ്യാൻ, കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ഒരാളാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലീവിങ് ഓർഗാനിസത്തിൽ ആ ഒരു ഒരുപാട് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ആ റിയാക്ഷൻസിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് എൻസൈംസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻസൈംസിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. ദീസ് ആർ ആൾസോ കോൾഡ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. എൻസൈംസിൻ്റെ മറ്റൊരു പേരാണ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ എൻസൈംസ് ആർ മെയ്ഡ് ഓഫ് പ്രോട്ടീൻസ്. എൻസൈംസ് മിക്കവാറുമുള്ള എല്ലാ എൻസൈംസിനെയും ചെയ്തേക്കുന്നത് പ്രോട്ടീൻസ് യൂസ് ചെയ്തിട്ടാണ്. നമ്മളിവിടെ ഓൾ എന്നല്ല യൂസ് ചെയ്ത, എല്ലാം എന്നല്ല, മോസ്റ്റ്, മിക്കവാറും എല്ലാവരും. അപ്പം മോസ്റ്റ് എന്ന് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഏതൊക്കെയോ എക്സെപ്ഷൻസ് ഉണ്ട്. പ്രോട്ടീൻസ് അല്ലാതെ മറ്റെന്തോ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന എൻസൈംസ് ഉണ്ട്. അതിനൊരു എക്സാമ്പിളാണ് റൈബോസൈം എന്ന് പറയുന്നത്. റൈബോസൈം എന്ന് പറയുന്ന എൻസൈംസിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിക് ആസിഡിൽ നിന്നാണ്. ന്യൂക്ലിക് ആസിഡ് ബേസ് ആയിട്ടുള്ള ഒരു എൻസൈമാണ് റൈബോസൈം. ബാക്കിയുള്ള മിക്കവാറുമുള്ള എല്ലാ എൻസൈംസും പ്രോട്ടീൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എൻസൈംസിനെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻസ് വെച്ചിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പ്രോട്ടീൻസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു, പ്രൈമറി സ്ട്രക്ചർ ഉണ്ട്, സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ട്, ടെറിഷറി സ്ട്രക്ചർ ഉണ്ട്, ക്വാട്ടേണറി സ്ട്രക്ചർ ഉണ്ട്. ഇതിലേത് സ്ട്രക്ചർ ആയിരിക്കും എൻസൈംസിലായിട്ട് വരുമ്പോൾ പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചർ? എൻസൈംസിന് ടെറിഷറി സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. പ്രോട്ടീൻസിൻ്റെ ടെറിഷറി സ്ട്രക്ചർ ആയിരിക്കും എൻസൈംസിന് ഉണ്ടാവുക. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നീറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ടെറിഷറിയെ കുറിച്ച് പറഞ്ഞു ഇറ്റ് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചർ. പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചേഴ്സ് എടുത്ത് നോക്കുമ്പോൾ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, ക്വാട്ടേണറി നോക്കിയാൽ ഇവയിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ടെറിഷറിയാണ്. അതുകൊണ്ടാണ് എൻസൈംസിൻ്റെ സ്ട്രക്ചറും ടെറിഷറി ആണെന്ന് പറയുന്നത്. ഇനി ഈ എൻസൈംസിനെ ഉണ്ടാക്കിയിരിക്കുന്നത് 2 പാർട്സ് വെച്ചിട്ടാണ്. പ്രോട്ടീൻ പാർട്ടും ഉണ്ട്, നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ട്. ഇതിലെ പ്രോട്ടീൻ പാർട്ടിനെ വിളിക്കുന്ന പേര് അപ്പോ എൻസൈം എന്നാണ്. നോൺ പ്രോട്ടീൻ പാർട്ടിനെ വിളിക്കുന്ന പേര് കോഫാക്ടർ എന്നാണ്. അപ്പോൾ പ്രോട്ടീൻ പാർട്ടിനെ വിളിക്കുന്ന പേര് അപ്പോ എൻസൈം, നോൺ പ്രോട്ടീൻ പാർട്ടിനെ വിളിക്കുന്ന പേര് കോഫാക്ടർ. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് എൻസൈമിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആവുന്നത്. കോഫാക്ടർ എന്ന് പറയുന്ന സാധനത്തിന് 3 പാർട്സ് ഉണ്ട്. കോ എൻസൈം എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്, പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു പാർട്ടുണ്ട്, ഒരു മെറ്റൽ അയോണും കാണും. ഈ കോ എൻസൈം എന്ന് പറയുന്നതും ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നതും ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. മെറ്റൽ അയോൺസ് എന്ന് പറയുന്നത് ഇൻഓർഗാനിക് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇവർ പ്രോട്ടീൻ പാർട്ടുമായിട്ട് ബോണ്ട് ചെയ്ത് കിടക്കുക. അപ്പം ഇതിൽ പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് ടൈറ്റ്ലി ബോണ്ടഡ് ആണ്. വളരെ ടൈറ്റായിട്ട് ബോണ്ട് ചെയ്ത് വെച്ചേക്കുന്നത് പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പിനെയാണ്. വളരെ ലൂസ്ലി ബോണ്ട് ചെയ്ത് വെച്ചേക്കുന്നത് കോ എൻസൈംസിനെ ആയിരിക്കും. ഈ കോ എൻസൈംസ് എന്ന് പറയുന്ന സാധനത്തിലെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻസ് ആയിരിക്കും. വൈറ്റമിൻസ് ആണ് കോ എൻസൈംസിലെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻറ്റ്. ഇനി ഇവയുടെ എക്സാമ്പിൾസ് നോക്കാം. മെറ്റൽ അയോണിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സിങ്ക് Zn2+ എന്ന് പറയുന്നത് ഈ മെറ്റൽ അയോൺസിന് ഒരു എക്സാമ്പിളാണ്. ഇത് കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറയുന്നൊരു എന്നൊരു എൻസൈം ഉണ്ട്. ഈ കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറയുന്ന എൻസൈമിൽ കാണപ്പെടുന്നത് Zn2+ ആയിരിക്കും. Zn2+, മെറ്റൽ അയോൺ ആകുമ്പോൾ ഒരു ചാർജും കൂടി വരും, അതാണ് Zn2+. ഇനി ഈ പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീം എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി കോ എൻസൈംസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിന് 2 എക്സാമ്പിൾസ് ആണ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. ഒന്ന് NADയും മറ്റൊന്ന് NADPയും ആണ് ആ എക്സാമ്പിൾസ്. ഇതിൽ NADയുടെ ഫുൾ ഫോം ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. നിക്കോട്ടിൻ അമൈഡ് ഡൈന്യൂക്ലിയോട്ടൈഡ്. ഇതാണ് NADയുടെ ഫുൾ ഫോം. NADPയുടെ പേര് മാത്രമേ തന്നിട്ടുള്ളൂ. ഇത് രണ്ടും കോ എൻസൈംസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കോ എൻസൈംസിൽ മെയിനായിട്ടുള്ള കമ്പോണൻറ്റ് വൈറ്റമിൻസ് ആയിരിക്കുമെന്ന്. ഈ NADയിലും NADPയിലും കാണപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് എന്നൊരു ചോദ്യം ചോദിക്കാം. അതിൽ കാണപ്പെടുന്നത് നിയാസിൻ എന്ന് പറയുന്ന വൈറ്റമിനാണ്. ഇത്രയുമാണ് നമുക്ക് എൻസൈംസിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് നോക്കാം. ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് പറയുന്നതിന് മുമ്പ് എൻസൈമിൻ്റെ റിയാക്ഷൻ്റെ മെക്കാനിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ലോക്ക് ആൻഡ് കീ മെക്കാനിസം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത്. ഇതിനെ ഒരു എൻസൈമായിട്ട് കൺസിഡർ ചെയ്യുക, ഒരു എൻസൈമിൻ്റെ ഒരു ഷേപ്പായിട്ട് കൺസിഡർ ചെയ്യുക.
അപ്പോൾ ഇതിൽ ഞാനൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു കുഴി പോലെ കൊടുത്തിട്ടുണ്ട്. ആ റീജിയനെ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് സൈറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ആക്റ്റീവ് സൈറ്റിലോട്ടാണ് നമ്മുടെ റിയാക്റ്റൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഈ റിയാക്റ്റൻറ്റിനെ ഇവിടെ വിളിക്കുന്നത് സബ്സ്ട്രേറ്റ് എന്നാണ്. ഈ സബ്സ്ട്രേറ്റ് വന്നിരിക്കുന്ന ഈ ആക്റ്റീവ് സൈറ്റിലാണ്. ഈ ആക്റ്റീവ് സൈറ്റിൽ വന്നിരുന്ന് റിയാക്ഷൻ നടന്ന് പ്രോഡക്റ്റായിട്ട് മാറും. ഇതാണ് ഇവിടെ നടക്കുന്ന പരിപാടി. അപ്പം ഞാൻ ഇവിടെ 3 സബ്സ്ട്രേറ്റുകളെ എടുത്ത് 3 ഡിഫറെൻറ്റ് ഷേപ്പുകളാണ്. അപ്പോൾ ഈ 3 പേരും ഈ ആക്റ്റീവ് സൈറ്റിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ നോക്കുക. ഈ സ്ക്വയർ ഷേപ്പിന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ നോക്കി, നടക്കത്തില്ല, അത് സ്യൂട്ട് ചെയ്യത്തില്ല. സർക്കിൾ ഷേപ്പിനെ കൊണ്ടുവരാൻ നോക്കി, അതും നടക്കത്തില്ല. ട്രയാങ്കിൾ ഷേപ്പിനെ കൊണ്ടുവരുമ്പം ഇത് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ഷേപ്പിൽ സിറ്റ് ചെയ്യും, ഇതിൽ നല്ല രീതിയിൽ ഫിക്സ് ആവും. അപ്പോൾ ഈ എൻസൈം ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിലുള്ള സാധനം തന്നെ ഇവിടെ വരണം. അതായത് എൻസൈമിൻ്റെ ആക്ടിവിറ്റീസ് ആർ ഓൾവേസ് ഹൈലി സ്പെസിഫിക്. അതായത് ഇതിനകത്തോട്ട് വന്ന് കയറേണ്ട സബ്സ്ട്രേറ്റ് അവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ട്രയാങ്കിൾ ഷേപ്പ് തന്നെ വരണമെന്ന്. അതിന് പകരം സ്ക്വയർ വന്നിട്ടോ സർക്കിൾ വന്നിട്ടോ വേറൊരു സാധനം വന്നിട്ട് കാര്യമില്ല. ഞാൻ ഈ ഷേപ്പിൻ്റെ പേരിൽ പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഷേപ്പ് അല്ല, യഥാർത്ഥത്തിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിയാക്റ്റൻസ് ആണ് അവിടെ വരേണ്ടത്. അപ്പോൾ സ്ക്വയറിനോ സർക്കിളിനോ ഇവിടെ വന്നിട്ടൊരു കാര്യമില്ല. ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള റിയാക്റ്റൻ്റ് തന്നെ ഇവിടെ വന്നിരിക്കണം. ആ സ്പെസിഫിക് ഷേപ്പ് തന്നെ വേണം. അതാണ് ഹൈലി സ്പെസിഫിക് ആണ് എൻസൈംസിൻ്റെ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ട്രയാങ്കിൾ ഇവിടെ വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കും ആക്ച്വലി നമ്മുടെ ഈ എൻസൈമിൻ്റെ അടുത്തോട്ട് ഈ ട്രയാങ്കിൾ വരും. എന്നിട്ട് അവിടെ ഇരുന്നിട്ടൊരു ബോണ്ട് ഫോം ചെയ്യും. ഈ എൻസൈമുമായിട്ടൊരു ബോണ്ട് ഫോം ചെയ്യും. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ എൻസൈമുമായിട്ട് ബോണ്ട് ചെയ്ത് എൻസൈം സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നൊരു കോംപ്ലക്സ് ഫോം ചെയ്യും, കെമിക്കൽ ബോണ്ട് യൂസ് ചെയ്ത്. എന്നിട്ട് ഈ സബ്സ്ട്രേറ്റ് ഈ എൻസൈമിലിരുന്നുകൊണ്ട് റിയാക്ഷൻ നടത്തി പ്രോഡക്റ്റായിട്ട് മാറും. കൺസിഡർ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ അകത്ത് ഫുള്ള് ഡാർക്ക് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ റിയാക്ഷൻ നടന്ന് ഇതിൽ നിന്ന് പ്രോഡക്റ്റ് ഉണ്ടായി. ലാസ്റ്റ് ഈ പ്രോഡക്റ്റ് ഈ എൻസൈമിൽ നിന്ന് കട്ടായി വെളിയിൽ വരും. അവസാനം ആകുമ്പോഴത്തേക്കും എൻസൈം വീണ്ടും തിരിച്ച് തനിച്ചാവും, നമ്മുടെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വെളിയിൽ പോകും. ഇതാണ് ലോക്ക് ആൻഡ് കീ മെക്കാനിസം എന്ന് പറയുന്നത്. അതായത് ആ പേരിൽ തന്നെ സംഭവമുണ്ട്. ഇതിനകത്തോട്ട് വരുന്ന സാധനം ഇത് തന്നെ ആയിരിക്കണം. ഒരു ലോക്കിന് ഒരു കീ, ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് കീ തന്നെ വേണം. അതേപോലെ ഇതൊരു ലോക്കാണെങ്കിൽ ഇതിലോട്ട് വന്നിരിക്കാൻ സാധ്യതയുള്ളത് ഈ ഒരൊറ്റ കീക്കാണ്, ഒരൊറ്റ സാധനത്തിനെ വന്നിരിക്കാൻ പറ്റും. അതാണ് ഹൈലി സ്പെസിഫിക് എന്ന് പറയുന്നത്. ഇത് കെമിസ്ട്രിയുടെ പാർട്ടിൽ നിന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ബയോമോളിക്യൂൾസ് കെമിസ്ട്രി പറയുമ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് നമുക്ക് പറയാം. അപ്പോൾ ലോക്ക് ആൻഡ് കീ മെക്കാനിസം ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ എൻസൈം അതിലോട്ട് സബ്സ്ട്രേറ്റ് വരുന്നു, സബ്സ്ട്രേറ്റ് വന്ന് കെമിക്കൽ ബോണ്ടിങ് വഴി എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, അവിടെ ഇരുന്ന് റിയാക്ഷൻ നടന്ന് പ്രോഡക്റ്റ് ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബോണ്ടുകൾ ബ്രേക്ക് ചെയ്ത് രണ്ടും സെപ്പറേറ്റ് ആവുന്നു. ഇതാണ് ലോക്ക് ആൻഡ് കീ മെക്കാനിസം. ഇനി നമുക്ക് ആ എൻസൈമിൻ്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫങ്ഷൻ, അതും അല്ലെങ്കിൽ ആ ഒരു സ്പീഡ്, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് നോക്കാം. അതിൽ ആദ്യത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ പഠിക്കാൻ എളുപ്പത്തിന് നമുക്ക് ടെക്സ്റ്റിൽ ഒരു ഗ്രാഫ് തന്നെ തന്നിട്ടുണ്ട്. ഒരു സൈഡിൽ ടെമ്പറേച്ചർ, മറ്റേ സൈഡിൽ ആക്ടിവിറ്റി ഓഫ് ദ എൻസൈം എടുത്തിട്ട്. അപ്പോൾ ഞാനൊരു എൻസൈം എടുത്തു, അതിനകത്തൊരു സബ്സ്ട്രേറ്റ് ആഡ് ചെയ്തു. അപ്പോൾ ആ റിയാക്ഷൻ ഞാൻ ആദ്യം നല്ല ലോ ടെമ്പറേച്ചറിൽ നടത്തി. പിന്നീട് ഞാൻ ആ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ആ റിയാക്ഷൻ്റെ സ്പീഡ് കൂടാൻ തുടങ്ങി. അങ്ങനെ ആക്ടിവിറ്റി കൂടി ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ എത്തിയപ്പോഴത്തേക്കും അത് മാക്സിമമായി. പിന്നീട് ഞാൻ ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ചിട്ട് ആ റിയാക്ഷൻ്റെ ആക്ടിവിറ്റി കുറയുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റി. അതായത് ഒരു റിയാക്ഷൻ നടക്കുന്നെങ്കിൽ അവിടെ എൻസൈം യൂസ് ചെയ്യുന്നെങ്കിൽ ആ എൻസൈമിൻ്റെ മാക്സിമം ആക്ടിവിറ്റി വരുന്നത് കൂടിയ ടെമ്പറേച്ചറിലോ കുറഞ്ഞ ടെമ്പറേച്ചറിലോ അല്ല, അതിനൊരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ട്. ആ ഒപ്റ്റിമം ടെമ്പറേച്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഹ്യൂമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നൊരു 35 ഡിഗ്രി സെൽഷ്യസ് എന്ന് വിളിക്കാം. ഈ 35 ഡിഗ്രി സെൽഷ്യസിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള എൻസൈമുകൾ പക്കായിട്ട് ആക്ട് ചെയ്യും. ഇത് 35 ഡിഗ്രി സെൽഷ്യസ് എക്സാക്റ്റ് അല്ല, ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറാണ്. എന്നാലും ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറയാം. 35 ഡിഗ്രി സെൽഷ്യസ് ആണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എങ്കിൽ ആ ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ ഈ എൻസൈംസിൻ്റെ മാക്സിമം ആക്ടിവിറ്റി, എഫിഷ്യൻസി കാണിക്കും. ഇതിൽ കുറയോ കൂടുകയോ ചെയ്താൽ അതിനനുസരിച്ച് കുറവുണ്ടാവും. ഇതാണ് ഇതിലെ കാര്യം.
ഇനി എന്തുകൊണ്ട് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇവിടെ കുറയുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ കെമിസ്ട്രിയിലെ ബയോമോളിക്യൂൾസ് പഠിക്കുമ്പം അവിടെ ഡീനാച്ചുറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ട് പഠിക്കും. ഈ ഡീനാച്ചുറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഒരു പ്രോട്ടീന് ഒരു സ്ട്രക്ചറുണ്ട്. ആ പ്രോട്ടീനെ നമ്മൾ ചൂടാക്കുമ്പം ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ കഴിയുമ്പോഴത്തേക്കും ആ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ നശിക്കപ്പെടും. ഇപ്പോൾ നമ്മളിവിടെ എൻസൈംസിൻ്റെ സ്ട്രക്ചർ പറഞ്ഞേക്കുന്ന ടെറിഷറി സ്ട്രക്ചറാണ്. അപ്പം ഈ ഒരു ടെമ്പറേച്ചറിൽ കൂടുതൽ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ടെറിഷറി സ്ട്രക്ചർ അത് നശിപ്പിക്കപ്പെടും. ടെറിഷറി സ്ട്രക്ചർ നശിപ്പിക്കപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റിയാണ് നശിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ റിയാക്ഷൻ കുറഞ്ഞു വരുന്നത്. അതായത് എൻസൈം നശിക്കപ്പെട്ടു, അപ്പോൾ റിയാക്ഷൻ്റെ എമൗണ്ട് കുറഞ്ഞു വരും. അതാണ് ഡീനാച്ചുറേഷൻ കാരണമാണ് ടെമ്പറേച്ചർ കൂടുമ്പം ഈ റിയാക്ഷൻ കുറഞ്ഞു വരുന്നത്. ഇത്രയാണ് ടെമ്പറേച്ചറിനെ കുറിച്ചിട്ട് പറയുന്നത്. ഇനി നമുക്ക് പി എച്ചിനെ കുറിച്ചിട്ട് സംസാരിക്കാം. നമ്മൾ പി എച്ചിൻ്റെ കാര്യം നോക്കിയാലും സെയിം ടൈപ്പ് ഓഫ് ഒരു ഗ്രാഫ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അതായത് പി എച്ച് കുറവുള്ള സമയത്ത് ആക്ടിവിറ്റി കുറവായിരുന്നു. പി എച്ച് കൂടി ഒരു സ്പെസിഫിക് ഇതെത്തിയപ്പോഴത്തേക്കും മാക്സിമം എഫിഷ്യൻസി ഓഫ് ദ എൻസൈംസ് കാണിച്ചു. പിന്നീട് നമ്മൾ പി എച്ച് കൂട്ടുന്നതിനനുസരിച്ച് എഫിഷ്യൻസി കുറയാൻ തുടങ്ങി. അതായത് ഇവിടെയും മാക്സിമം എഫിഷ്യൻസി കാണിക്കുന്നതെന്ന് പറയുന്നത് ഒരു ഒപ്റ്റിമം പി എച്ചിലായിരിക്കും. ഇത്രയേ ഉള്ളൂ പി എച്ചിനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത് നോക്കാനുള്ള ഫാക്ടറാണ് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. അതിനും നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. നമ്മളിവിടെ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് എടുത്തു. ഇവിടെ ആ ഒരു റിയാക്ഷൻ നടക്കുന്നതിൻ്റെ വെലോസിറ്റി, ഇവിടെ റിയാക്ഷൻ നടക്കുന്ന സ്പീഡ് എടുത്തു, റിയാക്ഷൻ്റെ സ്പീഡ് എടുത്തു. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഒരു സ്പെസിഫിക് ലിമിറ്റ് വരെ ഇത് കൂടി വന്നു. ആ ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഒരു മാക്സിമം വെലോസിറ്റി റീച്ച് ചെയ്തിട്ട് ഇവിടെ എത്തിയപ്പോൾ മാക്സിമം വെലോസിറ്റി ആയി. ആ മാക്സിമം വെലോസിറ്റി റീച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എത്രത്തോളം കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് കൂട്ടിയിട്ടും അതിന് മാറ്റമില്ല, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ തുടരുന്നു. ഇതാണ് ഈ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 10 എൻസൈംസ് ഇരിപ്പുണ്ട്. ഇതേപോലത്തെ ഒരു 10 എൻസൈംസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇതിലോട്ട് ഞാൻ ആദ്യമേ ഒരൊറ്റ സബ്സ്ട്രേറ്റിനെ ആഡ് ചെയ്ത് കൊടുത്ത് ആ ഇടുന്ന ഫസ്റ്റ് സെക്കൻഡിൽ തന്നെ എനിക്ക് അതിൽ നിന്ന് പ്രോഡക്റ്റ് കിട്ടും. ഞാൻ ഒന്നും കൂടി 2 സബ്സ്ട്രേറ്റ് ഇട്ട് കൊടുത്തു. എൻ്റെ കയ്യിൽ ടോട്ടൽ എത്ര എണ്ണം ഉള്ളത്? 10 എൻസൈംസ് ഇരിപ്പുണ്ട്. ഇത് 2 എൻസൈംസ് ഉള്ളതുകൊണ്ട് തന്നെ 2 സബ്സ്ട്രേറ്റ് ഇട്ട് കൊടുത്തു. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഓരോന്നിലായിട്ടിരുന്നു. ആ സെക്കൻഡിൽ തന്നെ എനിക്ക് 2 പ്രോഡക്റ്റ് കിട്ടും. 3 എണ്ണം ഇടുമ്പോഴും 4 എണ്ണം ഇടുമ്പോഴും 5 ഇടുമ്പോഴും 6 ഇടുമ്പോഴും 7 ഇടുമ്പോഴും 8 ഇടുമ്പോഴും 9ലും 10ലും ഈ സെയിം രീതിയിൽ ഫസ്റ്റ് സെക്കൻഡിൽ തന്നെ എനിക്ക് കിട്ടി. എൻ്റെ കയ്യിൽ 10 എൻസൈംസ് ഉണ്ട്, അതിലോട്ട് ഞാൻ 10 സബ്സ്ട്രേറ്റ് ഇട്ടു. ആ സെക്കൻഡിൽ തന്നെ എനിക്ക് 10 പ്രോഡക്റ്റുകൾ കിട്ടി. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കണ്ടീഷനിൽ എൻ്റെ കയ്യിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 10 എൻസൈംസ് ഉണ്ടായിരുന്നു. നമ്മൾ 10 സബ്സ്ട്രേറ്റുകൾ വരെ ആഡ് ചെയ്തു. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് 10 എൻസൈംസ് 10 സബ്സ്ട്രേറ്റുകൾ വരെ ഞാൻ ആഡ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിലോട്ട് ഞാൻ 11 സബ്സ്ട്രേറ്റുകൾ ആഡ് ചെയ്തു. 11 സബ്സ്ട്രേറ്റുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 10 എൻസൈംസ് എൻ്റെ കയ്യിലുള്ളൂ. അതായത് 10 ആക്റ്റീവ് സൈറ്റുകൾ എൻ്റെ കയ്യിലുള്ളൂ. ഈ 10 ആക്റ്റീവ് സൈറ്റിലോട്ട് 10 സബ്സ്ട്രേറ്റുകൾ വന്നങ്ങ് കയറിയിരിക്കും ഫസ്റ്റ് ടൈമിൽ. അതായത് ഒരു സബ്സ്ട്രേറ്റിന് ഇരിക്കാനുള്ള സ്ഥലമില്ല, അതുകൊണ്ടാണ് അതിരിക്കാത്തത്. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എത്ര എണ്ണം മാത്രമേ ഉള്ളൂ? 10 പ്രോഡക്റ്റേ കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ എണ്ണം ഒന്നുകൂടി കൂട്ടി 12 സബ്സ്ട്രേറ്റുകളാക്കി. എന്നാലും എൻ്റെ കയ്യിൽ ഉള്ളത് എത്ര വരാ? 10 എൻസൈംസേ ഉള്ളൂ. അപ്പോൾ അവരെ ആദ്യം റിയാക്ട് ചെയ്യുന്നത് 10 സബ്സ്ട്രേറ്റുകളുമായിട്ടായിരിക്കും. 10 സബ്സ്ട്രേറ്റുകളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഫസ്റ്റ് ടൈം കിട്ടുന്ന പ്രോഡക്റ്റുകൾ എത്രയേ ഉള്ളൂ? 10 പ്രോഡക്റ്റുകളെ കിട്ടു. സെക്കൻഡ് ടൈമിൽ ഈ ലാസ്റ്റത്തെ ഒരെണ്ണം കൂടി റിയാക്ട് ചെയ്ത് ഒരു പ്രോഡക്റ്റ് തരും, ഇവിടെ 2 പ്രോഡക്റ്റ് തരും. അത് നമ്മൾ നോക്കുന്നില്ല. ഫസ്റ്റ് ടൈമിൽ എന്താ തരുന്നു അതേ നമ്മൾ നോക്കത്തുള്ളൂ. അപ്പം നമ്മളിങ്ങനെ 12 മാറ്റി ഇനി 25 100 ആക്കിയാൽ പോലും ഞാൻ എൻസൈംസിൻ്റെ എമൗണ്ട് കൂട്ടാത്തടത്തോളം കാലം എന്തേ പറ്റത്തുള്ളൂ? ഫസ്റ്റ് ടൈമിൽ എനിക്ക് 10 പ്രോഡക്റ്റുകൾ മാത്രമേ കിട്ടത്തുള്ളൂ. അതാണ് കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ് നമ്മൾ 10ൽ കൂടുതലാക്കി. അപ്പോൾ എന്ത് പറ്റി? നമ്മുടെ കയ്യിൽ ഉള്ള എൻസൈംസ് പക്ഷേ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് ആയി. ഫസ്റ്റ് ടൈമിൽ ഇവിടെയും 10 ഇവിടെയും 10 കണ്ട കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് ആയി. ഇതാണ് കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റുമായിട്ടുള്ള ബന്ധം. ഇതോടെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി വരെ കഴിഞ്ഞു. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് എൻസൈംസ് നോക്കാം. അപ്പോൾ ഏകദേശം 6 ടൈപ്സ് ഓഫ് എൻസൈംസ് ആണുള്ളത്. ഒന്ന് ഓക്സിഡോ റിഡക്ടേസ് അല്ലെങ്കിൽ അതിനെ ഡീഹൈഡ്രോജനേസ് എന്ന് വിളിക്കുന്ന ഒരെണ്ണമുണ്ട്. ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്.
ഹൈഡ്രോളിസിസിന് എന്ന് പറഞ്ഞുകൊണ്ട് ലയേസസിൻ്റെ ഉണ്ട്, ഐസോമറേസിൻ്റെ ഉണ്ട്, ലിഗേസസ് എന്ന് പറഞ്ഞുണ്ട്. അപ്പോൾ ഇവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഓക്സിഡോ റിഡക്റ്റേസ് എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്, ഓക്സിഡോ റിഡക്റ്റേസ്. അപ്പോൾ എന്താണ് ഓക്സിഡോ റിഡക്റ്റേസ് എന്ന് ചോദിച്ചാൽ, ഓക്സിഡോ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ റിയാക്ഷനെയും റിഡക്റ്റേസ് എന്ന് പറയുന്നത് റിഡക്ഷൻ റിയാക്ഷനെയും. ഇപ്പോൾ ഒരു റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ടെങ്കിൽ ആ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഓക്സിഡോ റിഡക്റ്റേസ് എൻസൈംസ്. എസ് എന്ന ഓക്സിഡൈസ് ചെയ്ത പാർട്ടും എസ് ഡാഷ് എന്ന റിഡക്ഷൻ പാർട്ടും കൂടി റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്കും ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ അങ്ങ് തിരിയും. എസ് റെഡ്യൂസ്ഡ് സാധനമായിട്ട് മാറും, എസ് ഡാഷ് ഓക്സിഡൈസ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇതാണ് ഓക്സിഡോ റിഡക്റ്റേസ് എൻസൈം. ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈംസ് ആണ് ഓക്സിഡോ റിഡക്റ്റേസ് എന്ന് വിളിക്കുന്നത്. ഇവയുടെ മറ്റൊരു പേരാണ് ഡീഹൈഡ്രോജിനേസ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം, ട്രാൻസ്ഫറേസ്. ഒരു സബ്സ്ട്രേറ്റിൽ ഇരിക്കുന്ന ഗ്രൂപ്പിനെ മറ്റൊരു സബ്സ്ട്രേറ്റിന് കൊടുക്കുന്ന റിയാക്ഷൻസിൽ യൂസ് ചെയ്യുന്ന എൻസൈംസ് ആണ് ട്രാൻസ്ഫറേസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എസ് എന്ന് പറയുന്നതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ജി. അപ്പം ഇതിനകത്തോട്ട് എസ് ഡാഷ് എന്ന് പറയുന്ന സാധനത്തിന് റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ എസ് എന്ന് പറയുന്ന സാധനം ഈ ഗ്രൂപ്പിന് എസ് ഡാഷിന് കൊടുക്കും. അതായത് ഈ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്ത് എസ് ഡാഷിന് കൊടുക്കുന്നു. അങ്ങനെ എസ് ഫ്രീ ആവുന്നു, എസ് ഡാഷുമായിട്ട് ഒരു ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെടുന്നു. അതാണ് ട്രാൻസ്ഫറേസ് എന്ന് പറയുന്നത്. ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ആ ടൈപ്പ് ഓഫ് റിയാക്ഷന് സഹായിക്കുന്ന എൻസൈംസിനെയാണ് ട്രാൻസ്ഫറേസ് എന്ന് വിളിക്കുന്നത്. ഈ ഗ്രൂപ്പ് ഏതും ആവാം, നമ്മുടെ ഹാലൈഡുകളാവാം, അങ്ങനെ ഏത് ഗ്രൂപ്പും ആവാം, ആൽക്കഹോൾ ആവാം. ഹൈഡ്രജൻ ഒഴിച്ച് വേറെ ആരും ആ ജിക്ക് പകരം സാറ്റിസ്ഫയബിൾ ആണ്. ഗ്രൂപ്പ് ആൽഡിഹൈഡ്സ് ആവാം, കീറ്റോൺസ് ആവാം, അങ്ങനെ ആരും ആവാം എക്സെപ്റ്റ് ഹൈഡ്രജൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ആ ഗ്രൂപ്പ് ആവാം. ഒന്നുമില്ല, ഈ ഒരു സബ്സ്റ്റൻസിൽ ഇരിക്കുന്ന ഗ്രൂപ്പിനെ മറ്റൊരു സബ്സ്റ്റൻസിന് കൊടുക്കുന്നു, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ട്രാൻസ്ഫറേസ്. ഇനി നമുക്ക് പറയാനുള്ളത് ഹൈഡ്രോലേസസ് എന്ന് പറയുന്ന എൻസൈമിനെ കുറിച്ചിട്ടാണ്. ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്. ഹൈഡ്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ അർത്ഥം വാട്ടർ യൂസ് ചെയ്ത് ബോണ്ടുകളെ ബ്രേക്ക് ചെയ്യുക. ലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യുക. വാട്ടർ യൂസ് ചെയ്ത് ബോണ്ടുകളെ ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോളിസിസ്. ആ ഹൈഡ്രോളിസിസിന് യൂസ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഹൈഡ്രോലേസസ്. ഈ ഹൈഡ്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എസ്റ്റർ, ഈതർ, പെപ്റ്റൈഡ്, ഗ്ലൈക്കോസിഡിക്ക് ഇത്രയും പേരിലുള്ള ബോണ്ടുകളാണ് മെയിനായിട്ട് ഹൈഡ്രോളിസിസ് പ്രോസസ്സ് യൂസ് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്നത്. ഇവർക്കാണ് അപ്പം ഹൈഡ്രോലേസസ് എന്ന് പറയുന്ന എൻസൈംസിനെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലയേസസ് എന്ന് പറയുന്ന സാധനം നോക്കാം. ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത് വെള്ളം യൂസ് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്ന പരിപാടിയാണ്. വെള്ളം യൂസ് ചെയ്യാത്ത ബാക്കി എല്ലാ ടൈപ്പ് ഓഫ് ബ്രേക്കിങ്ങും, എവരി ലൈസിസ് എക്സെപ്റ്റ് ഹൈഡ്രോളിസിസ് ലയേസിസിൽ വരും. പക്ഷേ ഇവരെ റിയാക്ഷന് ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആയിരിക്കും. ഇപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഇവിടെ 2 ഗ്രൂപ്പുകൾ ഇരിപ്പുണ്ട്. കാർബൺ സി ഗ്രൂപ്പിൽ എക്സ് വൈ എന്ന് പറഞ്ഞ 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പുകൾ ഇരിപ്പുണ്ട്. ഇതിൽ നമ്മൾ ലയേസസ് എന്ന് പറയുന്ന എൻസൈംസ് യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ഈ എക്സിനെയും വൈനെയും വെട്ടിക്കളയും. എന്നിട്ട് ഈ കാർബണും തമ്മിലൊരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. എന്നിട്ട് ഈ എക്സും വൈയും തമ്മിൽ പുതിയൊരു ബോണ്ട് ഫോം ചെയ്ത് കൊടുക്കും. ഇവിടെ ഹൈഡ്രോളിസിസ് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നുമില്ല, ബോണ്ട് വെട്ടിക്കളഞ്ഞ് പോവുക. ഇവിടെ അങ്ങനെയല്ല, ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും ചെയ്തു, ബോണ്ട് ഫോം ചെയ്യുകയും ചെയ്തു. ഈ ഒരു റിയാക്ഷൻ രീതിയാണെങ്കിൽ അതെല്ലാം ലയേസസ് എന്ന് പറയുന്ന എൻസൈംസ് ആണ് യൂസ് ചെയ്യുന്നത്. എവറി ടൈപ്പ് ഓഫ് ലൈസിസ് ബ്രേക്കിംഗ് വിച്ച് ഹാപ്പൻസ്, എല്ലാ ടൈപ്പ് ഓഫ് ബ്രേക്കിങ്ങും എക്സെപ്റ്റ് ഹൈഡ്രോളിസിസ് നടക്കുന്നത് ലയേസസ് എന്ന് പറയുന്ന എൻസൈംസ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഇനി ഐസോമറൈസിനെ കുറിച്ചിട്ട് പറയാം. ഒരുപാട് ഐസോമേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. ഒപ്റ്റിക്കൽ ഐസോമറിസം, ജോമെട്രിക്കൽ ഐസോമറിസം, പൊസിഷണൽ ഐസോമറിസം. ഏതെങ്കിലും ഒരു റിയാക്ഷൻ്റെ ഫലമായിട്ട് ഈ 3 ഐസോമറിസം, ഒപ്റ്റിക്കൽ ഐസോമറിസമോ അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഐസോമറിസമോ പൊസിഷണൽ ഐസോമറിസമോ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന എൻസൈംസ് ഐസോമറൈസ് ആയിരിക്കും. ഇനി നമുക്ക് ലാസ്റ്റത്തെ ലിഗേസസിനെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ ഈ ഹൈഡ്രോലേസസും ലയേസസും യൂസ് ചെയ്യുന്നത് ബോണ്ടുകളെ ബ്രേക്ക് ചെയ്യാനാണ്. ലിഗേസസ് എന്ന് പറയുന്നത് ബോണ്ടുകളെ ഫോം ചെയ്യിപ്പിക്കാനാണ് യൂസ് ചെയ്യുന്നത്. കാർബണും സൾഫറും തമ്മിലുള്ള ബോണ്ട്, കാർബണും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട്, കാർബണും നൈട്രജനും തമ്മിലുള്ള ബോണ്ട്, അതുപോലെ ഫോസ്ഫറസും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട്, ഇതുപോലത്തെ ബോണ്ടുകളെ ഫോം ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻസൈമാണ് ലിഗേസസ് എന്ന് പറയുന്നത്. ഇതോടെ ടൈപ്പ് ഓഫ് എൻസൈംസും തീർന്നു, ബയോമോളിക്യൂൾസ് ചാപ്റ്ററും തീർന്നു. താങ്ക് യു.